പത്രം തുറന്ന മന്ത്രിമാര് 10 ലക്ഷം മോഷ്ടിച്ചു 50 ലക്ഷം മോഷ്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ. അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല, എൻക്വയറി നടത്തണില്ല. പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി, എൻക്വയറി ആയി, സസ്പെൻഷനായി. ഭരണം ഒന്ന് മാറട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കെട്ടും. ഇത്തിരി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി. നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന്. സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കുമല്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കാണെന്ന്? 3 ദിവസമായി ഞാൻ മദ്യപിച്ചിട്ട്, 3 days. എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ. എന്റെ വിഷമം ആര് കാണാനാ? നീയും എന്നെ മനസ്സിലാക്കണ്ട. നിങ്ങൾ വേഷം കെട്ട് മതിയൊക്കെ ചോറ് വന്നിട്ട് പോവാൻ നോക്കി. എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല. അല്ലെങ്കിൽ തന്നെ സസ്പെൻഷൻ ഇന്നൊരു നാളെ പോവും. പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം. മനുഷ്യന്മാരെ മനസ്സിലാക്കണം. എന്റെ ജോണി ചായ, നിങ്ങളൊന്ന് വേഗം കഴിച്ചേ. പപ്പയൊന്നും കഴിച്ചിട്ടില്ല. ഷേളി പോയി പപ്പയെ വിളിക്ക്. ഞാൻ വേഗം തിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത. നിനക്ക് വേറെ കെട്ടാനല്ലേ, ഞാൻ പതുക്കെ തിന്നുള്ളൂ. പപ്പ കഴിക്കാൻ വാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക്, മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയോട് വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ട്. മോളെ ഡോക്ടറാക്കാനുള്ള മോഹം മനസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവളാ ലിലിക്കുട്ടി, നിങ്ങളുടെ അമ്മ. നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കടലിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക. അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ. നീയും ട്രീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹഭംഗമില്ല. പക്ഷെ ലിസമ്മതല്ല. അവള് പപ്പയെ കൊതിപ്പിച്ചു, വെച്ചുനേറ്റ് പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്തെ ചോണിച്ചായനൊന്നും അറിഞ്ഞിട്ടില്ല. ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നത്. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം. ചായ മാഡം, ചായ. സാറിനെ കാണാൻ പുറത്താരോ വന്നിരിക്കുന്നു. മോളെന്തി ഒന്നുമില്ലേ? എടോ, തന്റെ മോൾ എന്നതാ എന്റെ മടിച്ചീരത്തുമ്പിൽ ഇരിക്കുവാന്നോ? അല്ല, താൻ എന്നാ അർത്ഥത്തിലാ തന്റെ മോള് വന്നില്ലേന്ന് എന്നോട് ചോദിക്കുന്നേ? അല്ല, കൊഞ്ചരിയാച്ചൻ പറഞ്ഞു നിങ്ങൾ തരവഴിത്തരം പറയരുത്. തന്റെ മോള് വല്ലവന്റെ കൈ തൂങ്ങി പോയിട്ടുണ്ടെങ്കിലേ ആ വഴിക്ക് അന്വേഷിക്കണം. താൻ എന്തറിഞ്ഞിട്ടാണോ മാനമര്യാദക്ക് ജീവിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്നിട്ട് തന്റെ മോളെ ഞാൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു? എന്താ പറ്റിയേ? ചേട്ടാ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബോംബെയിലായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോഴല്ലേ ഇവിടെ നടന്ന തൊന്തരമൊക്കെ അറിയുന്നത്. ഞാനില്ലാത്ത നേരത്തെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞേക്കുവാ ഇയാളുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോയെന്ന്.
ടോമിച്ചൻ ലിസമ്മയ്ക്ക് കൊടുത്ത എഴുത്തുകൾ ഞാനും കണ്ടതാ. ഒരു ബന്ധുവില്ലാത്ത ഒരു പെണ്ണിന് ആരെങ്കിലും പ്രേമലേഖനം കൊടുക്കും? അതിപ്പോ ആമ്പിള്ളേരാകുമ്പോ പെമ്പിള്ളേർക്ക് ഒരു കത്തൊക്കെ കൊടുത്തെന്നൊക്കെ ഇരിക്കും. എന്നും കണ്ട ഐറ്റങ്ങൾ അടിച്ചോണ്ട് മുങ്ങുക. എടാ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും വന്നോളുമാര്. താനാള് കൊള്ളാമല്ലോടോ. മോക്കൊണ്ടെന്നൊരു ആലോചന. പോയാൽ ഒരു വാക്ക് കിട്ടിയാലോ. പുളിയാങ്കുന്നിലെ കുഞ്ചറിയാച്ചന്റെ മോൻ. മോള് പോയിട്ടുണ്ടെങ്കിലേ അവളിങ്ങി വരും കൈ നിറയെ കാശുമായിട്ട്. എന്നെ അങ്ങ് വിട്ടേര്. അടിച്ച് പറിക്കണം. ഈ വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടക്കിടക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് പൊട്ടും. ജോണി ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണി ഞാൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല, നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പുറത്തുനിന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്നാന്ന് വെച്ച കാര്യം പറയണ്ടേ ചായ? നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയപ്പോലെ തുടങ്ങിയതല്ലേ? നീ തമാശ കള ട്രീസേ. തമാശ കളയാൻ എന്താ? സഭക്കാരറിയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണിയന്റെ അടുത്തേ വ്യാഴം ഒന്നും മാറിയാ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയാ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. തേടി നിങ്ങളുടെ പപ്പായ താണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നേ. നമ്മുടെ പപ്പ പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പ എന്ന് ഇങ്ങനെ തന്നെയാണോ? എന്നാ പപ്പ പറ്റിയത്? അങ്കിളെ, പപ്പയ്ക്ക് എന്നാ പറ്റിയത്? അരഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്പിനിക്കൊരാളെ. അങ്കിളെ, ഒരു ഡോക്ടറെ വിളിക്ക്. പപ്പ എന്നെ പപ്പ കുടിക്കാൻ വരണേ. മോരുണ്ടെങ്കിൽ ഇത്തിരി കൊടുക്കടി. ഞാനിങ്ങനെ ഓറാവുമ്പോഴേ ഇത്തിരി മോരോ തൈരെടുത്ത് കുടിക്കും. ശീലമില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ? മോരുണ്ട് അവിടെ?